PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിലെ മാത്സ് സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആണ് എടുക്കുന്നത്. സർക്കിൾസിലെ നമ്മൾ പേജ് നമ്പർ 55 നമ്മളൊരു ടോപ്പിക് തുടങ്ങാന്ന് പറയുന്നു, സർക്കിൾസ് ആൻഡ് ദ ക്വാഡ്രിലാറ്ററൽ, വൃത്തവും അതിന്റെ ചതുർഭുജം. നമുക്കൊരു തിയറി ആണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. സർക്കിൾസ് ആൻഡ് ദ ക്വാഡ്രിലാറ്ററൽ എന്നുള്ള സർക്കിളും അതിന്റെ ഉള്ളിൽ ഒരു ക്വാഡ്രിലാറ്ററും വരച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തുടക്കത്തില് നമ്മൾ പറഞ്ഞിരുന്നു സെമി സർക്കിൾ വരച്ചാൽ നോക്കാം. സെമി സർക്കിളിന്റെ ആ തിയറിയുമായിട്ട് ഇത്തിരി കണക്ഷൻ ആണുള്ളത്. അതുകൊണ്ടാണ് ആ തിയറി ഒന്ന് ഓർക്കാൻ പറഞ്ഞത്. നമ്മൾ ഈ സെമി സർക്കിളിന് നമ്മൾ വരയ്ക്കുന്ന ആംഗിൾ എല്ലാവർക്കും അറിയാം. ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ കിട്ടുന്നു ആംഗിൾസ് ഇൻ സെമി സർക്കിൾ എന്താണ്? 90 ഡിഗ്രി. മട്ടക്കോൺ അല്ലെ, അർദ്ധവൃത്തത്തിലെ കോൺ, മട്ടക്കോൺ എല്ലാ തിയറിയിലും വരുന്നതാണ്. ഇവിടെ നമുക്ക് കണക്കുകൾ പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കണക്കുകളുടെ അളവുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് മനസ്സിലാക്കിയാലാണ് നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഈ ആംഗിൾസ് കണ്ടുപിടിക്കാൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്ത് എളുപ്പത്തിൽ 4 മാർക്ക് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ട് കേട്ടോ. അപ്പോ നമുക്ക് ഇവിടെ ഈ ആംഗിൾ ഇനെ റൈറ്റ് ആംഗിൾ 90 ആണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് സർക്കിളിന്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് ലെസ് ദാൻ 90 ഡിഗ്രിയും സർക്കിളിന്റെ ഉള്ളിലാണെങ്കിൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടക്കത്തിൽ പാഠത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചിരുന്നു ഇല്ലേ? എല്ലാവർക്കും കിട്ടുന്നില്ല ഇത്. അടുത്ത നമ്മൾ ഇതിന് പറയുന്നത് അത് സെമി സർക്കിളിന്റെ ആണ് പറഞ്ഞത് കേട്ടോ. ഇനി സർക്കിളിലാവുമ്പോ സർക്കിളിന് 4 മൂലകൾ വരച്ചിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ABCD ഇത് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിപ്പോ എന്താണെന്ന്? ആംഗിൾ A പ്ലസ് ആംഗിൾ C എന്തായിരിക്കും? ആംഗിൾ A പ്ലസ് ആംഗിൾ C is equal to 180 ആണ്, 180 ആണ്. ഇറ്റ്സ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. വരുന്നുണ്ട് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഇപ്പൊ എത്രയുള്ളൂ? ഈ ആംഗിളും കൂടി കൂട്ടിയാൽ എത്രയാവും? 180 ആണ്. നമ്മൾ പഠിച്ചതല്ലേ ഇപ്പൊ. കാരണം സെൻട്രൽ ആംഗിൾ നമ്മൾ പറഞ്ഞു, സെൻട്രൽ ആംഗിളിന്റെ ഇവിടെയുള്ള പകുതിയാണ് ഇവിടുത്തെ ആംഗിള്. അപ്പൊ ഈ 2 ആംഗിൾസ് നമ്മൾ പറഞ്ഞു അനുപൂരകമാണ് എന്ന് വെച്ചാൽ സപ്ലിമെന്ററി ആണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ആംഗിൾ എയും ആംഗിൾ സിയും. അതുപോലെ തന്നെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഓൾസോ 180 ആണ് അല്ലെ? കാരണം എന്താണ്? ഈ 4 പോയിന്റ്സും സർക്കിളിലാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിയറി. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം വെച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബിയും ഡിയും ആണ്, അല്ലെങ്കിൽ എയും സിയും, എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ എയും സിയും ആണ് ആദ്യം എടുക്കുന്നത്, അതുകൊണ്ട് എയും സിയും എഴുതാം. ഇവിടെ എ പ്ലസ് സി എത്രയായിരിക്കും? 180 ആയിരിക്കും സർക്കിളിലാണെങ്കിൽ. ഇനി സി എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിന് പുറത്താണെങ്കിൽ ഈ ഡിയിൽ നിന്ന് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കണമെങ്കിൽ, ഇങ്ങനെ വരയ്ക്കുമ്പോ ഇവിടെ സി നമ്മളിവിടെ ഇ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? എ പ്ലസ് ഇ എത്രയായിരിക്കും? എ പ്ലസ് ആംഗിൾ ഇ ഇസ് ഈക്വൽ ടു ആംഗിൾ എ പ്ലസ് ആംഗിൾ. തിയറി മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷെ എങ്ങനെയാ വന്നതെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ആംഗിളും കൂടി കൂട്ടിയാൽ എത്രയാണ്? 180 ആണ് അല്ലെ? അപ്പൊ ഈ ആംഗിൾ, ഈ ട്രയാംഗിളിന്റെ ബാഹ്യകോൺ എക്സ്റ്റീരിയർ ആംഗിൾ ആണിത്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് രണ്ടും കൂടി കൂട്ടുന്നതാണ് അല്ലെ? അപ്പൊ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായാലും എന്തായിരിക്കും? 90-നേക്കാളും കുറവാണ് എന്ന് പറഞ്ഞാൽ നീ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ ആംഗിൾ എയും ആംഗിൾ ഇയും കൂടി കൂട്ടിയാൽ 180-നേക്കാൾ കുറവാണ്. ഇറ്റ് ഈസ് ലെസ് ദാൻ. പുറത്തേക്ക് പോകുമ്പോ ഇതും കൂടി കൂട്ടിയാൽ 180 ആണ് അല്ലെ? അപ്പൊ ഇതിനേക്കാളും കുറവല്ലേ ഇവിടുത്തെ ആംഗിള്? ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതും കൂടി കൂട്ടുന്നതാണ്. ശ്രദ്ധിക്കേ, നമുക്ക് കാണേണ്ടത് എയും സിയും കൂടി കൂട്ടിയാൽ 180 വരണം. ദാറ്റ് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഇതും കൂടി കൂട്ടിയാൽ 180 ആണ്. ഇനി നമ്മൾ ഈ വശത്തിന് ഇങ്ങോട്ട് നീക്കുമ്പോ ഈ ത്രികോണത്തിന്റെ നോക്കാം, ഈ ട്രയാംഗിള് ഡി സി ഇയുടെ ബാഹ്യ കോണാണ് ഇത്. എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ? ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ കോണും കൂടി കൂട്ടണതാണ്. അപ്പൊ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ ഒരു ആംഗിളിനേക്കാളും കുറവാണ്. കാരണം ഈ ആംഗിൾ വന്നെങ്കിൽ ഇതും കൂടി കൂട്ടണം. ഇത് എന്തായാലും 1 ഡിഗ്രി എങ്കിലും ഉണ്ടാവില്ലേ? അപ്പൊ എന്തായാലും ഇതിനേക്കാളും 1 ഡിഗ്രി കുറവായിരിക്കും. അപ്പൊ 180 രണ്ടും കൂടി കൂട്ടിയാൽ
എന്ത് വരുള്ളൂ? 180-നേക്കാൾ ഈക്വൽ അല്ല, 180-നേക്കാൾ കുറവ്. മനസ്സിലായോ എങ്ങനെയാണെന്ന്? നോക്കാം. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതും കൂടി കൂട്ടിയാൽ 180 വരണമെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതും കൂടി കൂട്ടും. കാരണം എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഈ ട്രയാംഗിൾ. പടത്തിലേക്ക് ശരിക്കും നോക്കാം എല്ലാവരും. DCE എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ ബാഹ്യ കോൺ, എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആന്തര വിദൂര കോണുകളുടെ ഡിസ്റ്റന്റീരിയർ ആംഗിളിന്റെ സമ്മാണ്. അപ്പൊ ഈ ഡിയും ഇയും കൂടി കൂട്ടണതാണ് ഈ ആംഗിൾ. അപ്പോ ഈ എന്ന് പറഞ്ഞാൽ എന്തായാലും 180 മൈനസ് ഡി അല്ലേ? അപ്പൊ അത് ഇതിനേക്കാളും ചെറുതാണ്. അപ്പൊ ഈ രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണെന്നല്ല, 180-നേക്കാൾ ചെറുതാണെന്ന് പറഞ്ഞു. കിട്ടിയില്ലേ? അടുത്തത് ഇനി ഇതിന്റെ ഉള്ളിലാണെങ്കിൽ നോക്കെ, ഈ വശം ഇങ്ങനെ വരയ്ക്കാണ്. എഫ് ABFD ആണെങ്കിൽ ABFD ആണെങ്കിൽ ഇതെങ്ങനെയാ വരുന്നത്? ഈ ആംഗിൾ എങ്ങനെ വരാം? 180-നേക്കാൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ വലുതാണിത് അല്ലെ? അപ്പോ ആംഗിൾ A പ്ലസ് ആംഗിൾ F എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 180. ഇതാണ് 3 തിയറി പഠിക്കേണ്ടത്. കിട്ടിയോ? അപ്പൊ ഒന്നാമത്തത് എന്താ പറഞ്ഞത്? ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടിയാൽ എത്രയാണ്? ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടിയാൽ 180. കാരണം it was on the circle. സർക്കിൾമലാണ് എന്ന് പറഞ്ഞാൽ ഇതും കൂടി കൂട്ടിയാൽ എത്ര വരും? 180 വരും. ഇനി സർക്കിളിന്റെ പുറത്താണെങ്കിൽ എത്ര വരിക? എയും ബിയും കൂടി കൂട്ടിയാൽ എത്രയാണ്? ലെസ് ദാൻ 180. എയും സിയും കൂടി കൂട്ടിയാൽ 180. അല്ലാണ്ട് ഇത് 180-യേക്കാൾ കുറവെന്നല്ല പറഞ്ഞത് കേട്ടോ. എയും സിയും കൂടി കൂട്ടിയാൽ 180-യേക്കാൾ കുറവാണ്. ഇനി എഫ് എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളിലാണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററൽ ABFD-യില് ആംഗിൾ A പ്ലസ് ആംഗിൾ F എന്ന് പറഞ്ഞാൽ is greater than 180. കിട്ടിയോ എല്ലാവർക്കും? തിയറി മനസ്സിലായേ? ഇനി ആദ്യത്തെ വരയ്ക്കാൻ എഴുതാം. ആദ്യത്തെ എഴുതിക്കോ. പേജ് നമ്പർ 56-ൽ എന്താ തിയറി പറയണേ നോക്കാം. If all 4 vertices of a quadrilateral are on a circle ആണെങ്കിൽ then it is opposite angles are supplementary. എഴുതി വയ്ക്കാം ആദ്യം തന്നെ. എന്നിട്ട് അതിന് ഓരോന്നിനും ഓരോ തിയറിക്ക് ഓരോ പടം വരയ്ക്കുക. ഇപ്പൊ ഇതെല്ലാം മനസ്സിലായില്ലേ? ഇനി ഓരോ തിയറി ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ആദ്യത്തെ തിയറി എല്ലാവരും എഴുതുക. ഫസ്റ്റ് തിയറിയാണ്. മലയാളം മീഡിയത്തിന്റെ വായിക്കാം. ഒരു ചതുർഭുജത്തിന്റെ മൂലകളെല്ലാം വൃത്തത്തിലാണെങ്കിൽ അതിന്റെ എതിർകോണുകൾ അനുപൂരകമാണ്. അപ്പൊ നിങ്ങൾ എഴുതാം. All the 4 English medium all the 4 vertices of a quadrilateral are on a circle, then its opposite angles are supplementary. സർക്കിൾ വരയ്ക്കാട്ടോ. ഓരോ ക്വസ്റ്റ്യൻ ഓരോ തിയറി എഴുതി അത് തെളിയിച്ചേക്കാം. സർക്കിളിലെ 4 പോയിന്റ്സ് സർക്കിളിലാണെങ്കിൽ ABCD ഇത് സർക്കിളിലാണെങ്കിൽ ആംഗിൾ A പ്ലസ് ആംഗിൾ C is equal to 180. അതല്ലേ ഇവിടെ തെളിയിച്ചത്? If all the 4 vertices of a quadrilateral ഒരു ചതുർഭുജത്തിന്റെ 4 മൂലകളും സർക്കിളിലാണെങ്കിൽ then its opposite angles are supplementary. വരച്ചില്ല എല്ലാവരും? എഴുതി വെക്കട്ടോ. ആംഗിൾ A പ്ലസ് ആംഗിൾ C എത്രയാണെന്ന്? 180 ആണെന്ന്. അടുത്ത തിയറി പേജ് നമ്പർ 58 കേട്ടോ. പേജ് നമ്പർ 58 if one vertices of a quadrilateral is outside the circle. അടുത്ത വരയ്ക്കാം കേട്ടോ. ഒരു സർക്കിൾ വരയ്ക്കാം. നമ്മള് 3 വെർട്ടിസസ് സർക്കിളില് ഒരേപോലെ തന്നെ വരച്ചോ. ABD അല്ലേ? അപ്പൊ C എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആണെന്ന്, പുറത്താണെങ്കിൽ. ഇതാണ് അടുത്ത പടം വരയ്ക്കേണ്ടത് കേട്ടോ. എന്നിട്ട് എഴുതി വെക്കാം കേട്ടോ. If one vertices of a quadrilateral is outside the circle drawn through the 3 vertices, then the sum of the angles at the vertex and the opposite vertex is less than 180. അതെന്തായിരിക്കുമെന്ന് മലയാളം മീഡിയക്കാരനിൽ എഴുതാം.
ഒരു ചതുർഭുജത്തിന്റെ 3 മൂലകളിൽ കൂടി വരയ്ക്കുന്ന വൃത്തത്തിന് പുറത്താണ് 4ാമത്തെ മൂലയെങ്കിൽ ആ മൂലയിലെയും എതിർമൂലയിലെയും കോണുകളുടെ തുക 180-നേക്കാൾ കുറവാണ്. 180-നേക്കാൾ കുറവാണെന്ന്. ഇങ്ങനെയാണ് പറയണമെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി. നാട്ടിലെ ഒരു പടത്തിൽ തന്നെ ആയതുകൊണ്ടാണ് ഈ വേറെ പേരുകളൊക്കെ കൊടുത്തത് കേട്ടോ. ഈ മെഫൊക്കെ ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റ് വൃത്തത്തിന് പുറത്താണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു എന്ന് പറയില്ല, ഈക്വൽ അല്ല. ഇവിടെയാണ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 ആകുന്നത്. ഇവിടെ വരുമ്പോ ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടിയാൽ എന്തായിട്ട് വരുന്നത്? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ലെസ് ദാൻ 180. 180 ഡിഗ്രിയേക്കാൾ കുറവാണ്. അതിന് തന്നെയാണ് അടുത്ത ലൈനും പറഞ്ഞിരിക്കുന്നത്. അകത്താണെങ്കിൽ തുക 180-നേക്കാൾ കൂടുമെന്ന്. ശരിയോ? ഇംഗ്ലീഷ് മീഡിയക്കാരെ എഴുതിയോ? ഇഫ് ഇറ്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ ദ സം ഈസ് മോർ ദാൻ 180. അടുത്ത സർക്കിൾ വരയ്ക്കാം കേട്ടോ എല്ലാരും. അടുത്ത സർക്കിൾ വരയ്ക്കാം. എ ബി, ഇവിടെ ഡി, സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണെങ്കിൽ ഇത് വൃത്തത്തിന്റെ ഉള്ളില്. സോ എത്രയാണ്? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്തായിരിക്കും? ഈസ് ഗ്രേറ്റർ ദാൻ 180. 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. തിയറി എഴുതി വെച്ചിട്ട് 3 പടമായിട്ട് ഇത് വരയ്ക്കാം. കിട്ടിയേ? ഇനി അടുത്തൊരു തിയറി. 3 കഴിഞ്ഞോ? ഇതാണ് 3 തിയറി ഇതിനെ കുറിച്ച്. ഇനി ഇതുമ്പോ തന്നെ നമുക്ക് പറയുന്നതാണ്, ഇവിടെ 4 സൈഡും സർക്കിൾ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് 180 ആണ്. ഇത് പുറത്താണെങ്കിൽ ഇവിടെ എത്രയാണ്? ഇറ്റ് ഈസ് ലെസ് ദാൻ 180. അകത്താണ് സി എന്ന് പറയുന്ന ബിന്ദുവെങ്കിൽ എയും സിയും കൂടി കൂട്ടിയാൽ ഗ്രേറ്റർ ദാൻ 180 ആണ്. 90 അല്ല കേട്ടോ, ഇതെല്ലാം 180 ആണ് കേട്ടോ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180. ഇത് 180-യേക്കാൾ കുറവാണ്. ഇവിടെ 180-യേക്കാൾ കൂടുതലാണ്. ഇനി അടുത്ത തിയറി എഴുതാം. If the opposite angles of the quadrilateral are supplementary, we can draw the circle passing through all the 4 vectors. ഒരു ചതുർഭുജത്തിന്റെ എതിർകോണുകൾ അനുപൂരകമാണെങ്കിൽ അതിന്റെ 4 മൂലകളിൽ കൂടി കടന്നു പോകുന്ന വൃത്തം നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്ന്. കാരണം എന്താ? ഇതാണ് കേട്ടോ ആദ്യത്തേത് വരെ. അതിൽ നിന്ന് എന്താ നമ്മൾ തിയറിയിൽ കയറ്റിയത്? ഇത് 4 വൃത്തത്തിലാണെങ്കിൽ അല്ലെ? ഈ 3 തിയറി എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി പറയുന്നത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എയും സിയും ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 180 ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് സർക്കിളിലാണ്. അപ്പൊ ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ സപ്ലിമെന്ററി ആണെങ്കിൽ we can draw the circle passing through all the 4 of its vertices. നമ്മൾ ഇതിനൊരു സർക്കിൾ വരച്ചാൽ it passes through the സർക്കിളിൽ കൂടി ആയിരിക്കും ഇതിന്റെ ഈ 4 മൂലകളിൽ കൂടി നമുക്ക് മുട്ടുന്ന വിധത്തിൽ സർക്കിൾ വരയ്ക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടിയാൽ 180 ആണെങ്കിൽ ഈ 4 മൂലകൾ കൂടി മുട്ടുന്ന വൃത്തം വരയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ തിയറിയാണ്. എയും സിയും കൂടി കൂട്ടിയാൽ എത്രയാണ്? 180 ആണ്. ബിയും ഡിയും കൂടി കൂട്ടിയാൽ എത്രയാണ്? 180 ആണ്. അപ്പൊ നമുക്ക് ഇനി ആദ്യത്തെ കണക്ക് നമുക്ക് തുടങ്ങാം. പേജ് നമ്പർ 50. അപ്പൊ തിയറി നമ്മുടെ കഴിഞ്ഞു, അവസാനിച്ചു. എല്ലാവർക്കും മനസ്സിലായില്ലേ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്? ഇനി നമ്മൾ അത് വെച്ചിട്ട് കണക്ക് ചെയ്യാൻ പോവാണ്. ഈ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഒരു കണക്ക് അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അത് ശരിക്കും ഒന്ന് മനസ്സിലാക്കാം എല്ലാവരും. ആംഗിൾസ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും ഓർത്താൽ മതി. എന്നിട്ട് ആംഗിൾസ് എങ്ങോട്ടാ പോകുന്നത്? ആദ്യം തന്നെ സർക്കിൾ വരയ്ക്കാം. ഒരു സർക്കിൾ വരച്ചു, കിട്ടിയില്ലേ? ഈ സർക്കിളിന്റെ ഉള്ളില് നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. നോക്കാം, ഒരു പടം തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ താഴേക്ക് 4 മൂലകൾ സർക്കിളിലാണ് കേട്ടോ. നമുക്ക് പേര് കൊടുക്കാം. ഒരു പേരൊന്നും തന്നിട്ടില്ല, നമുക്ക് എങ്ങനെയെങ്കിലും പേര് കൊടുക്കാം. ABCD നമ്മൾ പേര് കൊടുത്തു. ഇനി എന്തൊക്കെ അളവുകൾ തന്നിട്ട് കൊടുക്കാം? ഇതിന്റെ ഡയഗണൽസ് യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. AC നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ BD
യോജിപ്പിച്ചു. ഇനി കുറച്ച് അളവിൽ 3 കോൺ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 50 ഡിഗ്രി. കിട്ടിയില്ലേ? പിന്നെ ഈ ഒരു ആംഗിൾ ആണ് 30 ഡിഗ്രി ആൻഡ് ദിസ് ഈസ് 45 ഡിഗ്രി. ഇത് 50, 30, 45 ഇങ്ങനെ 3 കോണുകൾ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് നോക്കാം, തന്നിരിക്കുന്നത് വെച്ച് നമുക്ക് ഏതൊക്കെ കോൺ കിട്ടുമെന്ന് നമ്മൾ നോക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാ നമ്മുടെ കയ്യിലുള്ള തിയറി? ഒരേ ചാപത്തിൽ നിന്ന് പോകുന്ന കോണുകൾ അല്ലെ. നമ്മൾ പറഞ്ഞു ഒരേ ചാപത്തിൽ നിന്ന് ശിഷ്ട ചാപത്തിലേക്ക് വരയ്ക്കുന്ന മറുചാപത്തിലേക്ക് ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്, നമുക്കറിയാം. അപ്പൊ നമ്മൾ ചെയ്യും. ഓക്കെ, ഒരു വശത്തുനിന്ന് തുടങ്ങാം കേട്ടോ. അപ്പൊ ബി സി ഒരറ്റത്തും തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഓർഡറിൽ ഇത് തുടങ്ങിയ 3 ചാപങ്ങൾ. ഈ ചാപത്തിന്റെ നോക്കാം, ഇത് തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം നോക്കാത്തത്. ഇപ്പൊ എ ബി ആണ് നമ്മുടെ പുസ്തകത്തിൽ നമ്മുടെ നേരെ ഉള്ളത്, അതുകൊണ്ട് നമുക്ക് എ ബി തുടങ്ങുന്നതാണ് സുഖം. പക്ഷെ എ ബിയിൽ നിന്ന് പോകുന്ന ചാപത്തിന്റെ നോക്കിയേ, ഈ എ ബിയിൽ നിന്ന് പോകുന്ന ഇവിടെ നിന്ന് പോകുന്ന ഈ സിയിലും ബിയിലേക്ക് പോകുന്ന ഈ സി ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ടോ? ഇതും തന്നിട്ടില്ല, ഇവിടെ നിന്നുള്ള ഇതും തന്നിട്ടില്ല. എ ബിയിൽ നിന്ന് ഇങ്ങോട്ടാണ് ഡിയിലേക്കും എ ബിയിൽ നിന്ന് സിയിലേക്കുമാണ്. ഇത് രണ്ടും നമുക്ക് തന്നിട്ടില്ല. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ ഇത് രണ്ടും തുല്യാണെന്ന് നമുക്ക് അറിയാട്ടോ. എക്സും എക്സും തുല്യാണെന്ന് നമുക്ക് പറഞ്ഞേ. കാരണം എ ബി എന്ന് പറഞ്ഞ ചാപത്തിലേക്ക് ഇതും എ ബി എന്ന് പറഞ്ഞ ചാപത്തിലേക്ക് എ ബി എന്ന് പറഞ്ഞ ചാപത്തിൽ നിന്ന് പോയ സിയും രണ്ടും ഈക്വൽ ആണെന്ന് അറിയാം. പക്ഷെ തന്നിരിക്കുന്ന അളവ് വെച്ചാൽ കാണേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഇത് വെച്ച് തുടങ്ങാണ്. ബി സി കേട്ടോ, ഇത് നമുക്ക് തരാത്തത് കൊണ്ടാണ്. ഇത് ബി സി നോക്കാം. ബി സി എന്ന് പറയുന്ന ആർക്ക്, അതിൽ നിന്ന് പോയിരിക്കുന്ന ഈ ബി സി എന്ന് പറഞ്ഞ ആർക്കിന്റെ രണ്ടറ്റത്ത് നിന്ന് പോയിരിക്കുന്ന ഈ ആംഗിൾ കണ്ടോ, ഇത് 50 ആണെങ്കിൽ ബി സി എന്ന് പോയിരിക്കുന്ന ഈ ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രി. കിട്ടിയോ? പടത്തിൽ നമ്മൾ ആദ്യം ശരിയാക്കാട്ടോ, എന്നിട്ട് നമുക്ക് എടുത്തെഴുതണം. ബി സിയിൽ നിന്ന് പോയിരിക്കുന്ന ഇങ്ങോട്ട് ഡി ആണെങ്കിൽ ബി സിയിൽ നിന്ന് അതേ ബി സിയുടെ രണ്ടറ്റത്ത് നിന്ന് സെയിം രണ്ടറ്റത്ത് നിന്ന് പോയിരിക്കുന്ന അതിന്റെ ഇവിടെയും ബി സി എന്ന് പോയിരിക്കുന്ന ഈ ലൈനും ബി സി എന്ന് പോയിരിക്കുന്ന ഈ ആംഗിളും രണ്ടും സെയിം ആണ്, 50 ആണ്. കിട്ടി? ഇനി അടുത്തത് നോക്കി, ഈ ചാർട്ട് നോക്കാം. ഡി സി. ഡി സിയിൽ നിന്ന് പറഞ്ഞാൽ ഡി സി രണ്ട് വരകൾ എവിടേക്കാ പോയിട്ടുണ്ടെങ്കിൽ ഈ അറ്റത്തുനിന്ന് ഇങ്ങോട്ടും പോയിട്ടുണ്ട്, ഈ അറ്റത്തുനിന്ന് ഇങ്ങോട്ടും പോയിട്ടുണ്ട്. അപ്പൊ അത് രണ്ട് ഈക്വൽ അല്ലേ? അതിൽ ഇത് തന്നിട്ടുണ്ട്. ഡി സിയിൽ നിന്ന് ഇങ്ങോട്ടുള്ളത് 45 തന്നിട്ടുണ്ടെങ്കിൽ ഇത് എത്രയാണ്? ഇവിടെ നമുക്ക് 45 ഡിഗ്രി കിട്ടി. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ 45, ഇവിടെ 50 ഡിഗ്രി. ഇനി ഏതാക്കിട്ടാണ്? ഇനി ഈ ചാപുണ്ട് അല്ലെ. ആദ്യം ഈ ചാപം നോക്കി, അത് തന്നിട്ടില്ല, രണ്ട് നമ്മൾ എക്സ് എക്സ് ഇട്ട് കൊടുത്തു. ഈ ചാപം ഇട്ടു, ഇത് 50 ആണെങ്കിൽ ഇവിടെയും 50 ആണ്. ഇനി ഡി സി കണ്ടു, ഇവിടെ 45 ആണ്. അപ്പൊ അതിൽ നിന്ന് പോയിട്ട് അടുത്ത ആംഗിൾ 45. അടുത്തൊരു ആർക്കുള്ളത് എ ഡി. 4 ആർക്കായിട്ടാണ് ഇതിന് അല്ലെ. എ ബി എന്ന് പറയുന്ന ഒരു ചാപം, ബി സി എന്ന് പറയുന്ന ഒരു ചാപം, ഡി സി എന്ന് പറയുന്ന ഒരു ചാപം, എ ഡി. ഇനി എ ഡി എന്ന് പറയുന്ന ചാപത്തിൽ നിന്ന് പോകുന്ന ഈ ആംഗിളും എ ഡി എന്ന് പറഞ്ഞു പോകുന്ന ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ ഇവിടുത്തെ 30 തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് എത്രയാണ്? 30 ആണ്. കിട്ടിയില്ലേ? ഇനി നമുക്ക് കാണാനുള്ളതാണ്, നമ്മളോട് ചോദ്യം എല്ലാം കാണാൻ പറ്റുന്നത് അതിന്റെ ഉള്ളിലത്തെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാൽക്കുലേറ്റ് ആംഗിൾസ് ഇൻ ദ പിക്ചർ ആൻഡ് ഓൾസോ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഡയഗണൽസ് ഉണ്ട്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ആദ്യം കാണേണ്ടത് ഈ എക്സ്. ഇനി ഇതുകൂടി കണ്ടുപിടിക്കാനില്ലേ? ഈ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു തിയറിയാണ് 45 + 45 50. ആദ്യം കൂട്ടണം, പിന്നെ 30ഉം എക്സും. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു എത്രയാണ്? 180 ആണ്. സർക്കിളിലായതുകൊണ്ട് അല്ലെ. അപ്പൊ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 45 + 50 എത്രയാ? 45 + 50 എത്ര കിട്ടി? 95 കിട്ടിയേ? പ്ലസ് സി എത്രയാണെന്നൊക്കെ 30 + എക്സ് ആണ്. ഇതാണ് 180 അല്ലെ. 45 + 50 + 30 + എക്സ്, ഇതാണ് 180. അതിന് 45ഉം 50ഉം കൂടി കൂട്ടിയപ്പോ 95 + 30 ഇനി ചെയ്യണം. 95ന് 30 കിട്ടിയാലെ കൂട്ടിയാൽ എത്രയാ? 125 + എക്സ് ആണ് 180. സോ therefore x is equal to 180ന്ന് നമ്മൾ എന്ത് ചെയ്യണം?
125 നമ്മള് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്രയാണെന്ന്? ഇറ്റ് ഈസ് ഈക്വൽ ടു 55. 180 125 കുറച്ച് 55 അപ്പൊ ഈ ആംഗിൾ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 55 ആണെങ്കിൽ ഇവിടത്തെയും എത്രയാണ്? 55. അപ്പൊ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടി കഴിഞ്ഞു. പക്ഷെ ഇനി ഒന്നും കൂടി ഉണ്ട്, സെൻട്രൽ ആംഗിൾ ഉണ്ട് അല്ലെ. ഇത് ബൈസെക്ട് ചെയ്യുന്ന ഈ ആംഗിൾസ് 4 കൂടി കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് വൺ, ഇത് 55 ആണ്, ഇത് 45. ഈ ട്രയാംഗിൾ ഒന്ന് കൺസിഡർ ചെയ്ത് 55 45 ഈ ആംഗിൾ അല്ലെ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര? 55 പ്ലസ് 45 നമ്മളോട് ചെയ്ത് കണ്ടിട്ടുണ്ട്. എത്രയാണ്? 95 ആണ്. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ ആദ്യം ഈ ട്രയാംഗിൾ ADO കൊടുക്കുകയാണെങ്കിൽ ADO കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 45 പ്ലസ് 55 പ്ലസ് എക്സ് അല്ലെ, ഇതാണ്. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? 45ഉം 55ഉം കൂടി കൂട്ടിയാൽ 100 അല്ലെ. ഇവിടെ 45 50 ആണ് കേട്ടോ, അതാണ് 95. 45 ഇതും ഇത് 55 ആണ്. ഇവിടെ 55ഉം കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടി 100 ആണ്. അപ്പൊ ബാക്കി എത്രയാണ്? പ്ലസ് എക്സ് ആണ്. എത്ര കിട്ടുന്നത്? 180. അപ്പൊ എക്സ് കാണാനായിട്ട് 180/100 = 80. അപ്പൊ ഈ ആംഗിൾ കിട്ടി നമുക്ക് 80 കിട്ടിയില്ലേ. ഈ ആംഗിൾ 50 കിട്ടിയാൽ അടുത്ത ആംഗിൾ നമുക്ക് കിട്ടും. കാരണം ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഇതും 80 ആണ്. കാരണം നോക്കിയേ, ഇവിടെ 45ഉം 55ഉം അല്ലെ, 55 45 കൂടി കൂട്ടിയാൽ 100 കിട്ടും. 180 ആണ്, 3 കൂടി കൂട്ടിയാൽ അപ്പൊ 80 കിട്ടി. രണ്ട് ആംഗിൾസ് കിട്ടി. ഇനി ഈ ഒരു ആംഗിൾ കൂടി കിട്ടാനുള്ളൂ. നോക്ക്, ഇത് 50 ഇത് 30. ഈ ആംഗിൾ 50ഉം 30ഉം കൂടി കൂട്ടിയാൽ എത്രയാ? 50ഉം 30ഉം കൂടി കൂട്ടിയാൽ 80 കിട്ടി. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയാ? 180 80 കുറച്ചാൽ ഇത് 100. ഈ ആംഗിൾ 100 ആണെങ്കിൽ ഇത് എത്ര കിട്ടി? 100. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, അതുകൊണ്ട് ഈ ആംഗിൾസും കിട്ടി. ഇനി നമ്മളോട് ഇതെല്ലാം എടുത്തെഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ എല്ലാ ആംഗിൾസും കണ്ടു കഴിഞ്ഞു. കാൽക്കുലേറ്റ് ആംഗിൾസ് ഇൻ ദ ക്വാഡ്രിലാറ്ററൽ ഇൻ ദ പിക്ചർ ആൻഡ് ഓൾസോ ദ ആംഗിൾ ബിറ്റ്വീൻ ദെയർ ഡയഗണൽസ്. ഇപ്പൊ നമ്മൾ എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളത് ശരിക്കും എഴുതിയിട്ട് ഞാൻ വിളിക്കുമ്പോൾ അത് എനിക്ക് ശരിക്കും കാണിച്ചു തരണം. ഇത് എന്താണെന്ന് ഈ ആംഗിൾസ് എഴുതി കാണിച്ചു തരണം കേട്ടോ. എന്നിട്ട് പറഞ്ഞു തരാം. ഈ ആംഗിൾസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 4 ആംഗിൾസ് എഴുതാം. ഇപ്പൊ എങ്ങനെ എഴുതാം? നമ്മള് ആംഗിൾ എ എഴുതാം. എക്സാമ്പിൾ ചെയ്യാൻ ചിലപ്പോ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എത്ര എഴുതാം? 45 പ്ലസ് 50. അപ്പൊ എത്ര കിട്ടി? 95 ഡിഗ്രി. പിന്നത്തെ ആംഗിൾ ബി, പിന്നത്തെ ആംഗിൾ സി, പിന്നെ ആംഗിൾ ഡി. കണ്ടുപിടിച്ചിട്ട് എല്ലാവർക്കും ഇതെല്ലാവരുടെ നോട്ട്ബുക്കിലും കാണണം കേട്ടോ. എനിക്ക് ചെയ്തിട്ടുണ്ടാവണം. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടാവണം. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 30 പ്ലസ് 45 അങ്ങനെ എഴുതിയിട്ടുണ്ടാവണം കേട്ടോ. 30 പ്ലസ് 45 എത്രയായിരിക്കും? 45 30 കൂടി കൂട്ടി 55. പിന്നെ ഇവിടെ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 30 പ്ലസ് 55 അപ്പൊ 85 കിട്ടും. ഇവിടെ ആംഗിൾ ഡി ഇത് രണ്ടും കൂടി 50 പ്ലസ് 55 105 കിട്ടിയില്ലേ. അത് 3 എഴുതാം. അത് കഴിഞ്ഞ ശേഷം ഓരോ ആംഗിൾ ഇത് എഴുതണം കേട്ടോ. ഈ 4 ആംഗിൾസ് എഴുതിയതിനു ശേഷം അടുത്തത് നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഓരോ ആംഗിൾസും ഇന്റർസെക്ട് ചെയ്ത് DOC എന്ന് പറഞ്ഞ ആംഗിൾ 100 എഴുതണം. COB 80, AOB 100, AOD 100. ഇതില്ലേ. അപ്പൊ നമ്മുടെ കണക്ക് ഇവിടെ അവസാനിച്ചു. ഈ കണക്ക് എല്ലാവരും ചെയ്ത് ആംഗിൾസ് ശരിക്കും എഴുതി കാണിച്ചു തരണം. അടുത്ത കണക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം.